ജർമ്മനിയിൽ ഇതുവരെ 3,60,00,000-ത്തോളമാണ് എമ്പുരാൻ സിനിമ ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. അതുപോലെ ജർമ്മനിയിൽ ആൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റായിട്ട് എമ്പുരാൻ സിനിമ മാറിയിട്ടുമുണ്ട്. ന്യൂസിലാൻഡിൽ ഇതുവരെ 1,61,00,000 രൂപയാണ് എമ്പുരാൻ സിനിമ ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. ഓസ്ട്രേലിയയിലെ എമ്പുരാൻ സിനിമ ഇതുവരെ 7,67,00,000 രൂപയാണ് ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. എമ്പുരാൻ സിനിമ ഈ വരുന്ന 24-ാം തീയതി ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ 4 ഭാഷകളിൽ OTT റിലീസ് ചെയ്യാൻ പോവുകയാണ്. അതുപോലെ സിനിമയുടെ OTT ഡീൽ 70 കോടിക്കാണ് ജിയോ ഹോട്ട്സ്റ്റാർ സ്വന്തമാക്കിയിട്ടുള്ളതെന്നാണ് അപ്ഡേറ്റ്സ് ഒക്കെ വരുന്നത്. സിനിമയുടെ സാറ്റലൈറ്റ് റൈറ്റ്സ് 30 കോടിക്ക് വിറ്റുപോയെന്നും പറയുന്നുണ്ട്. എമ്പുരാൻ സിനിമയുടെ 23 ദിവസത്തെ കേരള കളക്ഷൻ 85,80,00,000-ലേക്ക് എത്തിയിട്ടുണ്ട്. ഇന്നലെ കേരളത്തിൽ വെള്ളിയാഴ്ച ദിവസം 22 ലക്ഷമാണ് സിനിമയ്ക്ക് ബോക്സ് ഓഫീസ് കളക്ഷൻ ലഭിച്ചത്. എന്തായാലും എമ്പുരാൻ സിനിമയുടെ ഫൈനൽ കേരള കളക്ഷൻ എത്രയായിരിക്കുമെന്നൊക്കെ അറിയാനായിട്ട് കാത്തിരിക്കുക. എമ്പുരാൻ സിനിമയുടെ വേൾഡ് വൈഡ് തിയേറ്ററിക്കൽ ഷെയർ 115 കോടിയിലേക്ക് എത്തിയിട്ടുണ്ട്. നേരത്തെ മഞ്ഞുമൽ ബോയ്സ് സിനിമയ്ക്കായിരുന്നു ഏറ്റവും കൂടുതൽ വേൾഡ് വൈഡ് തിയേറ്ററിക്കൽ ഷെയർ ലഭിച്ചത്. 86 കോടി രൂപയായിരുന്നു മഞ്ഞുമൽ ബോയ്സിൻ്റെ വേൾഡ് വൈഡ് തിയേറ്ററിക്കൽ ഷെയർ. എമ്പുരാൻ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ ഇതുവരെ 262 കോടിയിലേക്കും എത്തിയിട്ടുണ്ട്. കൂടുതൽ ലാലേട്ടൻ സിനിമകളുടെ അപ്ഡേറ്റുകളുമായി അടുത്തൊരു വീഡിയോയിൽ കാണാം.